ഈമാൻ ഉണ്ടെങ്കിലേ അതിന് കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയൂല. ഈമാന്റെ കുറവ് ഞാൻ ഒന്ന് പറഞ്ഞിട്ടേ, നമ്മളെ നാട്ടിന്റെ അടുത്തുള്ള ആളെ പേരൊന്നും ചോദിക്കണ്ട. ആളെ പേരൊന്നും ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞത്ര ഉചിതല്ല, ആളത്ര അല്ല മഹാനൊന്നല്ല. ഒരു കോളേജിന്റെ അധിപൻ, മുസ്ലിം നാമധാരി, ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയോടെ പഠിക്കാതെ പിന്തിരിഞ്ഞു പോയോ സഹോദരങ്ങളെ? നമ്മളാ ഈ മുഅ്മിനീങ്ങൾ നടക്കുന്നത് തട്ടട്ടിയിലെങ്കിലും വേണ്ടത് എന്റെ കുട്ടി കോഴ്സ് കിട്ടിയാൽ മതി എന്നല്ലേ? നീ മാറി തന്നെ വെളിവാക്കിയാലും വേണ്ടിയില്ല, വേറൊരാളെ കൂടെ ഇരുന്ന് പഠിക്കണം, ആ ഒരാൾ പറഞ്ഞൊക്കെ കേൾക്കണം എന്നാണെങ്കിലും വേണ്ടിയില്ല, കോഴ്സ് കിട്ടിയാൽ മതി. നമ്മളൊരു കോഴ്സ് വന്നിട്ടുണ്ട്, ഒരു പാസ്സാകലും വന്നിട്ട്, ഡിഗ്രി വന്നിട്ട്, മണ്ണാങ്കട്ടി വന്നിട്ടുണ്ട് പറയാം. നമ്മളെ ആൾക്കാർക്ക് അതാ ആനത്തല. അതാണ് കിട്ടിയാൽ മതി. എന്റെ കുട്ടിക്കോട് സീറ്റ് കിട്ടിയാൽ മതി. ആ കുട്ടിനെ അയാൾ മാനേജർ എത്ര ഉപയോഗപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഇതല്ലേ ഈമാൻ? ഇറങ്ങിപ്പോരണ്ടേ ഈമാനുള്ള മുസ്ലിങ്ങള്? ഒരൊറ്റ കുട്ടിയും അവിടെ പഠിക്കാതെ ഇറങ്ങിപ്പോരണ്ടേ? ദുന്യാവല്ല വലുത്, ദീനാവലുത്, ഈമാനാ വലുത് എന്ന് പറഞ്ഞിട്ട് കണ്ണങ്ങൾ ഈ മുസ്ലിങ്ങൾ ഈമാൻ കണ്ട. നമ്മളെ കേരളത്തിലൊക്കെ ശിരോവസ്ത്ര നിരോധനം വന്നാലേ തിരുവമ്പാടിയിലും പരിസരങ്ങളിലും കോഴിക്കോട് ജില്ലയിലൊക്കെ കാണാം സ്ത്രീകളുടെ അഭിനന്ദന യാത്ര കാണാൻ. മംഗളാശംസകൾ അവരിങ്ങനെ പറയും, അഭിനന്ദനാശംസകൾ. ഈ നിയമം കൊണ്ടുവന്ന ആളുകൾ നീ നാൾ വാഴട്ടെ എന്ന് അവർ വിളിച്ചു പറയുന്നത്. കാരണം ആ തരത്തിലാണ് ആണുങ്ങളായ നമ്മൾ പോലെ അവർ ശരീരം ഈ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. ശരീരം മറച്ചു കൊണ്ടോണ്ടേ? ഇസ്ലാമിന് നിയമല്ലേ, കാത് വെളിവാക്കി, മാറ് വെളിവാക്കി, തട്ടം തായിട്ട് തോളിലിട്ട് കൊണ്ടാകാൻ പറ്റും ഒരു പെണ്ണിനെ? ഒരു ഭാര്യയെ കൊണ്ടാൻ പറ്റൂ? ഒരു സഹോദരിയെ കൂടെ കൊണ്ടാൻ പറ്റൂ? ഒരു ഉമ്മനെ കൂടെ കൊണ്ടാൻ പറ്റുമോ? എത്ര ആൾക്കുണ്ട് ഈമാൻ? 6 മണിക്ക് മദ്രസയിൽ വരുന്ന കുട്ടിയെ പറ്റി ഒന്ന് ചോദിക്കൂ ഉസ്താദുമാരോട്. 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടി എത്ര മറയിലാ വരുന്നത്? നിങ്ങളെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, പെൺകുട്ടികൾ 9 മണിക്ക് ആ പെൺകുട്ടി പോകുന്ന തൊലി ഉരിഞ്ഞിട്ടല്ലേ ആരാ ഇതിന് അനുവാദം കൊടുക്കുന്നത്? മക്കന കുട്ടിയുടെ ശരീരത്തിലുണ്ടോ? ഫുൾ കൈ ധരിച്ചിട്ടുണ്ടോ? ശരീരം മറച്ചിട്ടാണോ പോകുന്നത്? എവിടേക്കാ പോകുന്നത്? 8 മണിക്കൂർ. അവിടെയുള്ളവർക്ക് കാണല് ഹലാലും പഠിപ്പിക്കുന്ന ഉസ്താദിന് ഹറാമും. 2 നിയമം അല്ലാഹ് തന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? ഈമാനിന്റെ കുറവാണത്. ഈമാനുള്ളവര് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. ഞാനൊന്ന് പറയട്ടെ, ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, സ്വന്തം ഭാര്യ, എന്റെ ഭാര്യ ഞാൻ കൂടെ കൊണ്ടുപോകുമ്പോ ഭാര്യന്റെ താല്പര്യത്തിനല്ല ഞാൻ വസ്ത്രം കൊടുക്കേണ്ടത്. അള്ളാഹു പഠിപ്പിച്ചൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ച് മുന്നോട്ട് വരാൻ കഴിയുമോ? എന്നാ കൂടെ നല്ല ഭാര്യയാക്കി വെക്കാം. ഇല്ലെങ്കിൽ ഭാര്യക്ക് ഭാര്യന്റെ